നാട്ടുകാരാണെങ്കിലേ ഇങ്ങനെ വേണം. നമ്മളെ നാട്ടിൽ ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. അല്ലാതെ ആ മനസ്സെ കുടുങ്ങിക്കണം ഓനെ ചവിട്ടി ഒരു വാത്തക്ക് ആക്കല്ല വേണ്ട. ഇത്ര നല്ല മനസ്സുള്ള ഒരു കുഞ്ഞാനെ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവത്ത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, പാവപ്പെട്ട ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യണമെന്നും അങ്ങനെ ഒരു സ്ഥലം വിൽപ്പനക്ക് വെച്ചിട്ട് നടക്കാത്തതുകൊണ്ട് അത് നറുക്കെടുത്ത് ലോട്ടറി പോലെ പരിപാടിയാക്കിയിട്ട് വെല്ലട് വിറ്റ് എങ്ങനെയെങ്കിലും മേത്തുനിന്ന് ഒഴിവാക്കി അയാളെ കടം വീട്ടി കൊടുക്കാൻ ഒരു പരിപാടി ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയില്ല കുഞ്ഞാൻ അതിന് ഒരു ഉറുപ്പ്യ വാങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കണ്ടോളി, കുഞ്ഞാനതിന് പൈസ വാങ്ങിക്കണം, അതിനും വാങ്ങിക്കുന്ന പൈസ, ഓന് പൈസന്റെ കൊതി തീർന്നിട്ടില്ല. അല്ലെ ഇപ്പൊ അങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിന് പൈസ വാങ്ങാൻ ഒരു വീഡിയോ ചെയ്തെടുത്ത് പോരും മനുഷ്യന്മാർ ചെയ്യാ. എന്തായാലും കുഞ്ഞാൻ പറയട്ടെ, ഞാൻ പൈസ വാങ്ങിയാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്, അല്ല ഞാൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്തത്. അല്ല ഇതിന് മുന്നേ ഈ നറുക്കെടുപ്പുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇതിന് മാത്രമാണ് ഈ ആൾക്കാർ ഇത്രയും ഹെയ്റ്റ് കൊണ്ടുവരുന്നത്. ഇതിന് ഹെയ്റ്റ് പറഞ്ഞാൽ ഞാൻ എടുത്തു, ഞാനവിടെ 2 സെക്കൻഡ് നിന്ന് വഞ്ചന നടത്തിയെന്ന് മാത്രമല്ല അതിനെ ന്യായീകരിക്കാണ്. എന്നിട്ട് 2 സെക്കൻഡാ പറഞ്ഞത്. ആ 2 സെക്കൻഡ് ഒന്ന് കണ്ടോളിട്ടോ. ഒരു ഗ്യാപ്പ് ഇരുന്നേ, ഒരു ഇൻറ്റ്. ആ ഓക്കെ. ഇനി എടുക്കൂല, ഇനി എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. മാണിക്കല്ലാളെ പുകയിലാളെ എടുക്കണ്ടോ? ഓക്കെ. എവിടെങ്കിലൊക്കെ നറുക്കെടുക്കാൻ അവസരം കിട്ടിയാല് എങ്ങനെ എടുക്കണം, എങ്ങനെ അത് മറക്കണം എന്ന് കുഞ്ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോളി. ഇനി കണ്ടോളിട്ടോ, കുഞ്ഞാന് പോത്താൾ വെള്ളം കുടിച്ചപ്പോളേ തലയിക്കണ് താത്തിയിട്ട് തപ്പലുണ്ട്. അതേപോലെ കുഞ്ഞാൻ തപ്പണോളി. ആ ഇടുക്കൽ കണ്ടാലറിയില്ല, തപ്പല് അതിൻ്റെ ഉള്ളിൽ കഴിച്ചിട്ട് നിൽക്കണ കണ്ടാലറിയും. വെച്ചത് എടുക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. തലച്ചോറുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും കുഞ്ഞാനെ അത് വെച്ചത് എടുക്കുക തന്നെയാണ് ചെയ്യുന്നുള്ളത്. അത് ആദ്യം മനസ്സിലാക്കണം. ഇത് അത്ര നേരം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ നടുവെന്നോ അതിന്റെ ഏതെങ്കിലും മൂലക്കത്തുന്നോ എത്ര ആൾക്കാർ നോക്കിക്കണില്ല, എവിടുന്നോ എനിക്ക് എടുക്കാലോ. ഇജ അതിന്റെ അടിയിൽ എന്റെ കൈ ആ കോലം താത്തി വെച്ചിട്ട് അവിടെ നിൽക്കണം, തപ്പണ് ചെയ്യല് കേട്ടോ. ഇജ് മുയിക്കളെ പിടിച്ചൊന്നല്ലോ ചേർന്ന്. ആയിരക്കണക്കിന് ടിക്കറ്റ് ഉള്ളിടത്തുനിന്ന് അത്ര നേരം തപ്പിയിട്ടും കുഞ്ഞാന് ടിക്കറ്റ് കിട്ടണില്ല. ഒന്നും എടുക്കാൻ പറഞ്ഞിട്ട് അതിന്ന് എവിടുന്ന് എടുക്കാം. എന്നിട്ട് കുഞ്ഞാന് പാടത്ത് മീൻ പിടിച്ചണ മാതിരി ചേറില് മുയിക്കളെ തപ്പണ മാതിരി തപ്പി പിടിച്ചാണ്. എന്നിട്ട് കുഞ്ഞാൻ പറയാ ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല. എന്നിട്ടോ വാപ്പാനി പിടിച്ച് കൂട്ടിയിട്ട് പറയാം ഞാൻ ഇതുവരെ ആരെയും പറ്റിച്ചിട്ടില്ല. എന്തിനാണ് ആ വാപ്പാനി ഇവിടെ കാര്യമാക്കണേ? അതാ കിട്ടിട്ടോ, വലിച്ചൂരി എടുത്തോനെ. മടിയിൽ മീനിനെ പിടിച്ച മാതിരി വലിച്ചു ഊരി എടുക്കണേ. ഓന വെച്ചത് എടുക്കണ പോലെ തന്നെ വലിച്ചു ഊരി എടുത്തു. എനിക്കെന്നെ ഒരു സമാധാനമായി, കുഞ്ഞാന് കിട്ടിയാലോ. ആ കോലം തപ്പിയിട്ടെങ്കിലും എടുക്കാൻ പറഞ്ഞ് വെച്ചോടുത്ത് എടുത്ത് കിട്ടിയെന്നുള്ള എനിക്കൊരു സമാധാനം ഉണ്ട്. കാരണം എന്താ പറയുക, ഇത്രയും ആൾക്കാരുടെ അല്ലെങ്കിൽ മാനം കെട്ടില്ല പാവം. ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു പരിപാടിയെ മാനം കെടാതെ കഴിച്ചില്ലായി. മുഹമ്മദ് സാഫി വയനാട്. പാവം എരുത്ത് നിൽക്കുന്ന ചങ്ങായി കണ്ടുള്ളികള് മുഖക്കൊന്ന് തുടക്കണമൊക്കെ ഉണ്ട്. പാവം സാധുക്കൾ ഇതിലൊക്കെ പൈസ ഇട്ടുകാണ്ടേ വഞ്ചിക്കപ്പെട്ടില്ലേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് എടുത്തിന്റെ കോലം. ന്യായീകരണം വന്നപ്പോ വേറെ കോലം. എന്തായാലും ബാക്കി കാണാം. ഈ 3 ടിക്കറ്റില് അടിച്ചാല് ഇത് നാസർ തന്നെ. അതല്ലാതെ അല്ല, 3 ടിക്കറ്റ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ കഴിയുന്നത് ടിക്കറ്റ് ഞാൻ എടുപ്പിക്കും, ഗ്രൂപ്പിൽ ഞാൻ എടുപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും മനക്കെട്ടിട്ട് നല്ല സന്തോഷത്തോടെ ഇതെടുത്തിട്ട് നാസർ ചാനെ രക്ഷപ്പെടുത്തണം. നല്ല നാസർ ചാനെ ബേജാറ് നമ്മക്കുണ്ട്. മനസ്സ് വിങ്ങിങ്ങാണ്ടാണ് ഒരു അയൽവാസിയായ ഒരു സുഹൃത്തായ ഒരാൾ പറയണട്ടോ. അപ്പൊ പിന്നെ കുഞ്ഞാനെ പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞാൻ മിക്കവാറും ഇയാൾ കൊടുത്ത 3 ടിക്കറ്റ് എവിടെയും തരിയാവും. അതിൽ കടന്നങ്ങനെ തരിയുണ്ടല്ലോ മീൻ പിടിച്ചിന പോലെ. അപ്പൊ കുഞ്ഞാനെ സംബന്ധിച്ചിടത്തോളം ഈ 3 ടിക്കറ്റിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. 3 ചിലപ്പോൾ യാത്രീനോ അതാണ് ടൈം എടുത്തേക്കാരും. 5-6 മാസം മുമ്പ് ബിസിനസ്സിന് പോയി. അപ്പോൾ മൂപ്പറാടുന്ന് കുറച്ചാൾ കൂടി പറ്റിച്ച്, വലിയൊരു അമ്മണ്ട പറ്റിച്ചേ. അപ്പം മൂപ്പർ ഈ വീട് വെക്കാണ്ട കാരണം ഒരാളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വിഷമത്തിലുള്ള സമയത്ത് എങ്ങനെയുള്ള വീട് വെക്കാനുള്ള ഒരു മനസ്സ് വരുള്ളൂ. അപ്പൊ നമ്മളെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ, ഭാര്യ, ഒരു വണ്ടി, ഒരു വീട്, അതാണ് ഏറ്റവും ആവശ്യമുള്ളത്. എന്താ പറയുക, ഇസ്ലാമിൽ പറയേണ്ട ഒരു മനുഷ്യന് അടിസ്ഥാന സൗകര്യം ആവശ്യമാണെന്ന് പറയേണ്ടത്. എന്നിട്ട് ഇസ്ലാമിൽ പറയാത്ത ലോട്ടറി വിറ്റിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ വീട് വെക്കുന്നതും. ആവശ്യത്തിന് ഇസ്ലാമിന് എടുക്കുക, ആവശ്യമില്ലെങ്കിൽ ഇസ്ലാമിനെ അവിടെ വെക്കുക. ഇസ്ലാം പോൽക്ക് ഇങ്ങനെ തട്ടിക്കളിച്ചുള്ള ഏർപ്പാട് മാത്രം. വല്ലാത്ത ജാതി മനുഷ്യന്മാരാണ് ഞങ്ങൾ. കുഞ്ഞാനോ അതിൻ്റെ ഒക്കെ നോക്കി നിന്ന് കോമാളിയാകാനും. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, ടിക്കറ്റ് എടുത്തു. അതിന് നറുക്കുണ്ടല്ലോ, അത് ഞാൻ എടുത്തു. അത് എടുക്കാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുകിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഗസ്റ്റ് ആയിക്കാണ്ടാണ് ഒരു ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ നിങ്ങൾ തന്നെ അത് എടുക്കണം പറഞ്ഞു.
ഫസ്റ്റ് നറുക്ക് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത്. പക്ഷെ അതിൽ ഇനി മേലെന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാരും പ്രശ്നം ഉണ്ടാക്കുക, അത് സെറ്റപ്പാണ് അറിയാം. അപ്പൊ അടിയിൽ നിന്ന് തോന്നിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറയുമ്പോൾ 2 സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെയുള്ള വഞ്ചനയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിയമപരമായിട്ട് എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അത് വായിക്കേണ്ടവർക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതും, ആരെങ്കിലും ഈ അബദ്ധത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട രീതിയിൽ മുന്നോട്ട് നീങ്ങാവുന്നതുമാണ്.